സൈലം ലേണിംഗ് അനറ്റമിസ് ആണ്. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് EVS പഠിക്കാം അല്ലെ. അപ്പൊ മക്കളെ, നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് നാം ജീവിക്കുന്ന ലോകം അല്ലെങ്കിൽ ദ വേൾഡ് വി ലീവ് ഇൻ. ഓക്കെ, ഈ ഒരു യൂണിറ്റിൽ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ആകാശത്ത് നടക്കുന്ന കുറെ അത്ഭുതങ്ങളെ പറ്റി ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ വസിക്കുന്നത് ഏത് ഗ്രഹത്തിലാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് വ്യക്തമായ ഉത്തരം പറയാം. ഭൂമി എന്ന് പറയുന്ന ഒരു ഗ്രഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ. ഭൂമി എന്ന് പറയുന്ന അല്ലെങ്കിൽ എർത്ത് എന്ന് പറയുന്ന ഒരു പ്ലാനറ്റിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ എർത്തിന്റെ ആ ഒരു ഷേപ്പ് എന്താണ് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നമ്മുടെയൊക്കെ ഒരു ഉത്തരം? കുറെ മക്കൾ പറയും, നമ്മൾ നോക്കുന്ന സമയം നമ്മുടെ ചുറ്റുപാടും ഒക്കെ ഈ പരന്നിട്ടാണ് കാണുന്നത്, അതുകൊണ്ട് ഭൂമി പരന്നതാണ് എന്ന് ചില മക്കൾ പറയുമായിരിക്കും. ചില മക്കൾ പറയും ഭൂമി എന്ന് പറയുന്നത് ഇതാ ഈ ഒരു ചിത്രത്തിൽ കാണുന്നത് പോലെ ഉരുണ്ടിട്ടാണ് അല്ലെങ്കിൽ സ്പെറിക്കൽ ഷേപ്പിലുള്ളതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ യഥാർത്ഥത്തിൽ ഭൂമി എന്ന് പറയുന്നത് ഒരു സ്പെറിക്കൽ ഷേപ്പ് അല്ലെങ്കിൽ ഗോളാകൃതിയിലാണ്. അപ്പൊ എന്താണ് ഈ ഒരു സ്പിയർ അല്ലെങ്കിൽ ഈ ഗോളം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നമുക്കറിയാം, ഈ ഒരു പന്ത്, അതുപോലെ തന്നെ നമ്മൾ ഈ കളിക്കുന്ന ഗോലി, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഓറഞ്ച്, ഇങ്ങനെയൊക്കെ ഐറ്റംസ് ഒക്കെ ഏത് രീതിയിലാണ് കാണുന്നത്? ഈ ഒരു റൗണ്ട് ഷേപ്പിലാണ് കാണുന്നത് അല്ലെങ്കിൽ ഗോളാകൃതിയിലാണ് കാണുന്നത്. എങ്കിൽ നമുക്ക് എന്താണ് ഈ ഒരു ഗോളം അല്ലെങ്കിൽ എന്താണ് സ്പിയർ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും അതിനൊരു ഡെഫിനിഷൻ പറയാൻ വേണ്ടി സാധിക്കുക? ഉരുണ്ട ആകൃതിയിലുള്ള വസ്തുക്കളെ നമുക്ക് ഗോളം എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. റൗണ്ട് ഷേപ്ഡ് ഒബ്ജക്റ്റ് ആർ കോൾഡ് സ്പിയേഴ്സ്. ഈ നമ്മുടെ വസിക്കുന്ന ഭൂമി എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ ഒരു സ്പെറിക്കൽ ഷേപ്പിലാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഭൂമിയുടെ ഒരു ചെറിയ മാതൃക ഉണ്ടാക്കാൻ പറഞ്ഞാൽ നമുക്ക് എന്തുണ്ടാക്കാൻ സാധിക്കും? നമ്മൾ ഗ്ലോബിനായിട്ട് നമുക്ക് അത് വേണമെങ്കിൽ വിചാരിക്കാൻ പറ്റും. കാരണം നമ്മുടെ ഗ്ലോബ് എന്ന് പറയുന്നത് ഭൂമിയുടെ ഒരു ചെറിയ മാതൃകയാണ്. നമ്മുടെ ക്ലാസ് റൂമുകളിലും നമ്മൾ പഠിക്കുന്ന വിദ്യാലയങ്ങളിലും ഒക്കെ നമ്മൾ ഗ്ലോബ് കണ്ടിട്ടുണ്ടാവും. ഈ ഗ്ലോബിന്റെ പ്രത്യേകത എന്താ? ഇതിൽ നിങ്ങൾക്ക് നീല കളറാണ് കൂടുതലായിട്ടും കാണാനായിട്ട് സാധിക്കുന്നത്. ഈ നീല കളർ എന്ന് പറയുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നമ്മുടെ കടലിനെയാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ വിവിധ നിറത്തില് വേറെയും കുറെ സ്ഥലങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഈ സ്ഥലങ്ങൾ സൂചിപ്പിക്കുന്നത് കരഭാഗത്തെയാണ് കേട്ടോ. അപ്പൊ ഗ്ലോബ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രധാനമായും നോട്ട് ചെയ്യേണ്ടതാണ്, ഗ്ലോബിൽ നീല നിറത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത് കടലും മറ്റ് പല നിറങ്ങളായി കരഭാഗങ്ങളും ചിത്രീകരിച്ചിട്ടുണ്ട്. ഈ കരഭാഗത്തിന്റെ ഇരട്ടിയിലധികം എന്തുണ്ട്? കടലാണ് എന്ന് നിങ്ങൾ നോട്ട് ചെയ്യുക കേട്ടോ. ദ പാർട്ട് ഇല്ലുസ്ട്രേറ്റഡ് ഓൺ എ ഗ്ലോബ് ഇൻ ബ്ലൂ കളർ ഈസ് sea and the land part are illustrated in other countries. ഇനി നമ്മൾ നോട്ട് ചെയ്യാൻ പോകുന്നത് ഈ ഭൂമിയിലൊക്കെ പ്രകാശം തരുന്നത് ആരാണ്? നമ്മുടെ സൂര്യനാണ്. ഈ സൂര്യന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്, നമ്മുടെ സൂര്യനും എന്താണ്? ഒരു നക്ഷത്രമാണ്. അതായത് സൺ എന്ന് പറയുന്നത് ഒരു സ്റ്റാർ ആണ്. നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുന്ന സമയം ഏറ്റവും അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന സ്റ്റാർ ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും, അത് നമ്മുടെ സൂര്യനാണ്. പക്ഷെ ഈ സൂര്യനെ നമുക്ക് പകൽ സമയത്തേ കാണാൻ സാധിക്കുള്ളൂ അല്ലെ. നമ്മൾ കേട്ടിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള നക്ഷത്രങ്ങളൊക്കെ എപ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? രാത്രി സമയത്താണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഈ പകൽ സമയത്തും നക്ഷത്രങ്ങൾ അവിടെ ഉണ്ടായിരിക്കും. പക്ഷെ എന്തുകൊണ്ടായിരിക്കും ആ നക്ഷത്രങ്ങളെ കാണാൻ സാധിക്കാത്തത് എന്ന് നിങ്ങൾക്കറിയാവോ? ഈ പകൽ വെളിച്ചത്തിൽ അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിന്റെ വെളിച്ചത്തിൽ ഈ നക്ഷത്രങ്ങളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാത്തതാണ്. അതേസമയം രാത്രിയാണെങ്കിൽ സ്വാഭാവികമായും അവിടെ സൂര്യപ്രകാശമില്ല. അതിന്റെ ഫലമായിട്ട് നക്ഷത്രങ്ങളെ നമുക്ക് കാണാനും പറ്റും. ഓക്കെ, ഇനി നിങ്ങൾ ഇതിന്റെ അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത്, സൂര്യനെ പറ്റിയുള്ള അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത്, സൺ എന്ന് പറയുന്നത് വളരെ ചെറുതായിട്ടാണ് നമുക്ക് കാണുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ എത്രയോ അധികം ഭൂമിയെ ഉൾക്കൊള്ളിക്കുന്ന അത്രയും വലുപ്പം നമ്മുടെ സൂര്യനുണ്ട്. പക്ഷെ എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഈ സൂര്യനെ വളരെ ചെറുതായിട്ട് കാണുന്നത്? ബിക്കോസ് അത് നമ്മുടെ ഭൂമിയിൽ നിന്നും വളരെ അകലെ ആയതിനാലാണ് കേട്ടോ. ഭൂമിയെ അപേക്ഷിച്ച് സൂര്യൻ വളരെ വലിയ ഒരു ഗോളമാണ്. വളരെ ദൂരെ ആയതിനാലാണ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് സൂര്യൻ ചെറുതായിട്ട് തോന്നുന്നത്. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതിന്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, അതായത് എന്തുകൊണ്ടാണ് നക്ഷത്രങ്ങളെ നമുക്ക് പകൽ സമയത്ത് കാണാൻ പറ്റാത്തത്, രാത്രിയിൽ മാത്രം എന്തുകൊണ്ടാണ് അവയെ കാണുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരവുമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇതും നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനിയും ഇതുപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാവരും ഇങ്ങനെ ഇഗളി വെയിറ്റ് ചെയ്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിലുണ്ട്. അതൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. നന്നായിട്ട് പഠിക്കുക, സെറ്റ് ആയിട്ട് പഠിക്കുക. ബൈ.